ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്, അത് ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ നാടനിലേക്ക് നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു അരിയുണ്ടയാണെന്ന് പറയാം. അപ്പോൾ ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് തരിയുണ്ട. എന്താണ് ഈ തരിയുണ്ട? വളരെ സ്വാദാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. എന്തായാലും അതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ചേരുവ തേങ്ങ തന്നെയാണ്. അപ്പോൾ തേങ്ങയാണ് നമ്മളുടെ ഇന്നത്തെ തീ. അപ്പോൾ നമ്മുടെ തരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത് 2 കപ്പ്, ചമ്പാവരി 1 കപ്പ്, ശർക്കര 1/4 കിലോ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ തരിയുണ്ട തയ്യാറാക്കി തുടങ്ങാം. ചേരുവകൾ വളരെ കുറച്ചേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അടുപ്പ് കത്തിക്കുക. പിന്നെ നമുക്ക് കുറച്ച് തരി വേണം. തരി എന്ന് പറയുമ്പോൾ എന്താ? അത് അരിപ്പൊടിയാകാം, അതിൻ്റെ തരിയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇത് ചമ്പാവരി, നമ്മൾ ചോറ് വയ്ക്കുന്ന ബോയിൽഡ് റൈസ്, പുഴുക്കലരി എന്നൊക്കെ പറയില്ലേ, അതാണ് കാര്യം. അതൊരു 3/4 മുതൽ 1 കപ്പ് വരെ എടുത്ത് വയ്ക്കുക. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്തെടുക്കണം. അതായത് എണ്ണയിലൊന്നും അല്ല വറുക്കുന്നത്, വെറുതെ നമ്മളിങ്ങനെ വറുക്കാൻ പോവാണ്. നന്നായിട്ട് വറുത്ത് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ തരിതരിപ്പായിട്ട് ഒരു കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുക്കുക. പൗഡർ മാതിരി ആകണ്ട, ടാൽക്കം പൗഡറിൻ്റെ അത്രയും ഫൈൻ പൗഡർ വേണ്ട, കുറച്ചുകൂടി തരിയുള്ള പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഒരു പ്രധാന ചേരുവ. അപ്പോൾ ഇപ്പം എന്തായാലും നമുക്കിതൊരു 1 കപ്പ് ചമ്പാവരി ഉണ്ട്, അത് ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് പൊടിക്കാം. അപ്പോൾ അരി ഇങ്ങനെ വറുക്കുന്നതിനനുസരിച്ച് ഇവിടെ മുഴുവൻ പുകയാണ്, ഇങ്ങനെ പൊട്ടി 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 വരും. നമ്മുടെ അരി ഇങ്ങനെ മൂക്കുന്നതിനനുസരിച്ച് പൊട്ടുന്ന ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാം. അതിങ്ങനെ മലര് പോലെ എന്ന് പറയാം, ഇങ്ങനെ പൊട്ടുന്നു. കംപ്ലീറ്റ് ഇങ്ങനെ വിടർന്ന് വരുന്നില്ല, എങ്കിലും എല്ലാം പാകത്തിന് മൂക്കുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഒരല്പസമയം തണുക്കാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സി ഉപയോഗിച്ചൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ സ്റ്റേജിൽ ഇനി കാണിച്ചു. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, ഞാൻ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്തിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മുടെ തരിയുണ്ടയുടെ പ്രധാന ഭാഗമായ തരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചമ്പാവരി വറുത്ത് പൊടിച്ചതാണ്. ഭയങ്കര പൗഡർ ഫോം ആയിട്ടില്ല, എങ്കിലും കടിക്കരുത്, അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പൊടിയണം. എന്താ ഇനി അടുത്ത് എന്താണ്? ഈ ശർക്കര ഉരുക്കണം. അടുപ്പ് കത്തിക്കുക, പാത്രം വെച്ചു. ഇത് ഒരു 1/4 കിലോ ശർക്കരയുണ്ട്, ഏകദേശം 2 കപ്പ്. ചീകി എടുക്കുമ്പോൾ 2 കപ്പ് എന്ന് പറയാം. അപ്പോൾ ഇത് 2 കപ്പ് ശർക്കര ചീകിയത്, അത് ഉരുക്കാൻ ആവശ്യമായ വെള്ളം. ശർക്കര ഒന്ന് ഉരുകട്ടെ. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുകി കയ്യിൽ ഒട്ടുന്നൊരു പാകമായിട്ട് വരണം. ഇപ്പോൾ ഒരുപാട് അഴുക്കുള്ള ശർക്കര ആണെങ്കിൽ ഉരുക്കിയിട്ട് നമ്മളൊന്ന് അരിക്കണം. അരിച്ചിട്ട് വീണ്ടും പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി കയ്യിലേക്ക് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു നൂൽ പാക് വരെ ആകണമെന്നില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയും 2 കപ്പ് അളന്ന് വെച്ചു. അപ്പോൾ 2 കപ്പ് ശർക്കര ചീകിയത്, 2 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെന്താ, ഇത് നമ്മൾ ഏകദേശം 1 കപ്പ് ചമ്പാവരി വറുത്ത് പൊടിച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 1 കപ്പും ഇച്ചിരി കൂടെ ആണെങ്കിലും കുഴപ്പമില്ല. അത് വറുത്ത് പൊടിച്ച് വരുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 1.25-1.5 കപ്പോളം നമ്മൾ വെച്ചേക്കുക. അപ്പോൾ 1.5 കപ്പ് റെഡിയാക്കി വെക്കുക. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. നമ്മുടെ ചേരുവകളുടെ കൂട്ടത്തിൽ റെഡിയാക്കാം. എന്തായാലും ശർക്കരയിൽ ഇച്ചിരി അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ട് വീണ്ടും പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഏതാണ്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അരിച്ചു മാറ്റാം. എന്നിട്ട് വീണ്ടും പാത്രത്തിലേക്ക് തിരിച്ചൊഴിച്ചിട്ട് കുറുക്കിയെടുക്കാം. നല്ല സ്റ്റിക്കിംഗ് ആയിട്ട് ഒരു കയ്യിൽ പൊട്ടുന്ന ഒരു പാകത്തിന് കുറുകി വരണം. അങ്ങനെ നമ്മൾ ഉരുക്കി അരിച്ച ശർക്കര ഞാൻ വീണ്ടും ആ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ഇനി വീണ്ടും അടുപ്പിൽ വെച്ച് ഇങ്ങനെ തിളപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കയ്യിലൊട്ടുന്നൊരു പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ഈ 2 കപ്പ് തേങ്ങ ചിരകിയതും ചേർക്കും. എല്ലാം റെഡിയാണ്, പെട്ടെന്നാകും. ഇത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഉരുക്കിയ ശർക്കര ഒന്ന് ടൈറ്റായി തുടങ്ങി, ഇങ്ങനെ കുറുകി വരുമല്ലേ. അപ്പോൾ ഒരു സ്റ്റിക്കിങ് എന്ന് വെച്ചാൽ ഒരു നൂൽ പാകമല്ല, എങ്കിലും നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടുന്നൊരു പാകമായി കഴിയും. ഇതിലേക്ക് തേങ്ങ ചിരകിയത് 1 കപ്പ്. അപ്പോൾ തേങ്ങയിൽ കുറച്ച് ഈർപ്പമുണ്ടാവുമല്ലോ, ആ ഈർപ്പം ഒന്ന് പിടിക്കണം. ആ ഈർപ്പമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം പോലെയാകും. ഈ ശർക്കരയുടെ ആ ഒരു കുറുകൽ ഒന്ന് കുറയും. പക്ഷെ സാരമില്ല, ഇനി ഇതൊന്നുകൂടി ഒന്ന് ടൈറ്റായി തുടങ്ങും. തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് ശർക്കര കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകും. ആ സമയത്താണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ തരി, അതായത് ചമ്പാവരി വറുത്ത് പൊടിച്ച തരിയും കൂടി ചേർക്കണം. കുറേശ്ശെ ചേർത്ത് നമുക്ക് കറക്റ്റ് അത് ടൈറ്റ് ആകുന്ന അത്രയും. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നല്ല മണം വരട്ടെ. അപ്പോൾ നാടൻ മധുരത്തിനെല്ലാം നമ്മൾ എന്താ ചേർക്കുന്നത്? നാടൻ മധുര പലഹാരങ്ങൾക്ക് കൂടുതലും ഏലക്ക തന്നെ. അങ്ങനെ ഏലക്കാപ്പൊടിയും ചേർത്തു. ഇപ്പോൾ ദേ തേങ്ങയുടെ ഈർപ്പമൊക്കെ പോയി തുടങ്ങുന്നു. കുറച്ച് ടൈറ്റ് ആകാൻ തുടങ്ങുന്നൊരു സമയം. വീണ്ടും ഇങ്ങനെ ഒട്ടുന്നൊരു പാകമായിട്ട് വരണം. ഇത് കുറച്ചുകൂടെ കുറുകണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. വെള്ളമൊക്കെ പോയി കുറച്ചൊന്ന് ഡ്രൈ ആകണം. പാകമായി വരുന്നു. മുറുകാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഇനി തീ ഒരല്പം കുറച്ചിട്ട്, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിയുടെ തരി, വളരെ ഫൈൻ പൗഡർ അല്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ല തരി, കുറച്ച് തരിയുള്ളൂ, കടിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട്, അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ടൈപ്പ് തരിയാണ് വേണ്ടത്. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 1.5 കപ്പ് തരി റെഡിയാക്കി വയ്ക്കുക. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർക്കാം. വേണം, എത്ര ആവശ്യമനുസരിച്ചിട്ട് ഒരു 1-2 ടീസ്പൂൺ ആയാലും മതി. ഇനി ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കും. അപ്പം നമ്മുടെ തരിയുണ്ട റെഡി. അപ്പോൾ ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ തരിയുണ്ടയുടെ കൂട്ട് ഇവിടെ ഏതാണ്ട് തണുത്തു. കയ്യിൽ എടുക്കാൻ പറ്റുന്നൊരു പാകം. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കാം. ഒരു ചെറു ചൂടോടുകൂടി കിട്ടണം. കുഞ്ഞുരുളകൾ, ചെറിയ എന്താ പറയുക, വലിയ നെല്ലിക്ക അങ്ങനെ പറയാം. ചെറിയ നാരങ്ങയെക്കാട്ടി എളുപ്പം വലിയ നെല്ലിക്ക, അതായിരിക്കും നല്ലത്. ആ ഷേപ്പ് അത്രയും. പിന്നെ ഇത് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മളുടെ തരിയുണ്ട എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത് ഈ അളവിൽ നിന്നും ഏകദേശം 25 ഉരുളകൾ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉണ്ടാസ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. പിന്നെ അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെയൊക്കെ മാവ് വറുക്കുമ്പോൾ അതിൽ കുറച്ച് തരി കിട്ടുമല്ലോ, അതൊന്നുകൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് നല്ല മൂക്കുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് വറുത്തിട്ട് ചേർത്താലും മതിയാവും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു കോഴി പീരയാണ്. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും വളരെ നാടനായിട്ടുള്ളൊരു തരിയുണ്ട്. അപ്പം നാടൻ പലഹാരവും നാടൻ ഒരു ഇറച്ചി. അപ്പോൾ എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.